Money Show. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money's YouTube channel. Welcome to a brand new episode of Pearly Money Show. Welcome to Pearly Money Show. Guys, welcome to Pearly Money's YouTube channel. Welcome to Pearly Money YouTube channel. Welcome to Pearly Money Show. Welcome to Pearly Money Show. Welcome again to Pearly Money Show. Welcome to Pearly Money's YouTube channel. 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 Welcome to Pearly Money Show. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money YouTube channel. Welcome to Pearly Money YouTube channel. Welcome to our Pearly Money YouTube channel. Welcome to Pearly Money's YouTube channel. Welcome. Welcome to a brand new episode of Pearly Money Show. Welcome to Pearly Money Show. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money Show. But once again, welcome to Pearly Money Show. Welcome to Pearly Money's YouTube channel. Welcome to Pearly Money Show. Pearly Money Show. വെൽക്കം ടു പേർലി മണി ഷോ. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച ഈ പെണ്ണ് ഇത്രയും വലുതാവുന്നു? ശരിക്കും ഈ സ്റ്റുഡിയോ ഉണ്ടാവാൻ നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ബിക്കോസ് ശ്രീനി ഞാനും എപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആയിരുന്നു. കുട്ടികളെ ഇതേമാതിരി പൊടിപൊടിയാ നന്നായിട്ട് വരട്ടെ. എൻ്റെ പേര് both are moving in the right direction. ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇതിനുമാതിരി അവർ വന്ന് മറുപടിയും വന്ന് ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ് എനിക്ക്. ഇപ്പൊ പോന്ന പോലെ തന്നെ രണ്ടുപേരും അടിപൊളിയായിട്ട് പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു പേർലി മണി ഷോ. ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിൽ എന്റെ മുടി നിങ്ങൾ കോപ്പി എടുത്തിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ആഗ്രഹം, പക്ഷെ ഡാൻസ് മാസ്റ്റർ വിക്രമായി പോയി. ദോശ പരത്തിയത് കൊണ്ട് സ്വാദൊന്നും കൂടില്ല കേട്ടോ. വീട്ടിൽ വരുമ്പോ ചേച്ചിയും റേച്ചലും മറ്റേ കൂൾ ടീനേജേഴ്സ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഫാൻ ആയിരുന്നു. അതൊരു കുട്ടിയെ ചെയ്യുമ്പോ ഞാൻ ഞെട്ടി മാമാ. പേർലി മണി ഷോ റൺസി തന്നെ അവളുടെ ഷോ ആണ്. ഞാൻ ട്രാഫിക് ജാമിലായി പോയടാ. എന്റെ പേര് സുമലത എന്നാണ് കേട്ടാ. അമ്മച്ചി നേപ്പാളിയാണെങ്കിലും എരപ്പാളിയാ. How was it working with മമ്മൂക്കനെ പോലെ ഒരു legendary actor? ഭയങ്കര അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സിമ്പിളാ, ക്യാമറ വെച്ച് അവിടെ ഇരുന്നാ പോരെ. അത് ശരിയല്ലേ ആക്ച്വലി. അപ്പൊ സിനിമയുടെ പേര് ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു. പാവം പിടിച്ച കൊച്ചാണ്. മോള് പാവല്ലേ ഇപ്പൊ? അങ്ങനെയല്ല, എന്നെ കാണാൻ കുറച്ച് അങ്ങനെയൊക്കെയാണ്. പേളി എന്നൊരു കത്തിയായിരുന്നു. പേടി വെക്കണ കത്തി അത്രയും പോരാ. ഇതൊക്കെ തിന്നിട്ട് എങ്ങനെ കുലുങ്ങിയാ മതി, ബിരിയാണി ആയിക്കോളും. എനിക്കൊരു 2 റോട്ട് വെയിലർ, ഒരു 13 ഒന്ന് ഹായ് പറഞ്ഞടാ. ഹലോ. എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? സമോസ, പാനിപ്പൂരി, പനിയാരം, ഉണ്ണിയപ്പം. ഇതിന്റെ ആൻസർ എനിക്കിപ്പോ അറിയില്ല. ഓ എന്താ മോളെ ഇത്? അവിടെ ഇളകി മറിയാനുള്ള ആൾക്കാര്. ആ ഇംഗ്ലീഷ് ഞാൻ ഇന്ന് ഇവിടെ ഇറക്കാൻ പോവാണ്. എന്റെ കൂടെ പിടിച്ചിരുന്നു വേണം. പുട്ട്. I don't know what that is. പൊട്ടിക്കടലേ what the paper was also. Hey, it's called stealing dog. I only He is the producer. No. Sorry sir. Entertainment. Are you serious? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും വിഷിംഗ് യു വെരി അപ്പൊ ഹാപ്പി. ക്രിസ്മസ് ഇവിടെ അല്ലേ വരുന്നത്? ഒരു പ്രഗ്നൻസി വീഡിയോ ആൻഡ് ഞങ്ങൾ രണ്ടും ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, പ്രഗ്നൻ്റ് ആണോ ആണോ ആണോ. യെസ്, 3 മാസമായി ആൻഡ് 12 വീക്സ് ആയി. സോ അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും ഇടാത്ത. നില പോയി
ആൻഡ് ഇനി ഞങ്ങൾ കുറച്ചും കൂടി റെഗുലർ ആയിരിക്കും ബിക്കോസ് ആദ്യത്തെ ഒരു 3 months കുറച്ച് ഡിഫിക്കൽട്ട്. എടുക്കണം. Yeah. അതുകൊണ്ടാണ് പേളി ഫുൾ ടൈം റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ Yeah. ബാക്ക് ടു ഫോം അല്ലേ? Yes. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോണിക് ബാച്ചുലർ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നമ്മൾ മീറ്റ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. പൊതിച്ചോറ് എപ്പോഴും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരിക്കണം. മട്ടൺ സ്റ്റൂ ആൻഡ് അപ്പം. ഫസ്റ്റ് എത്ര വിസിൽ അടിച്ച് കുക്കറിൽ 2 വിസിൽ, കൂടി പോരുത് കുറഞ്ഞും പോരുത്, 2 വിസിൽ വേഗം ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കും. ക്രോണിക് ബാച്ചുലർ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതെന്താന്ന് വെച്ചാൽ ഈ കോഴി മരിക്കുന്നതിന് മുമ്പ് അത് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. മമ്മീനെ കട്ട് ചെയ്യാൻ മമ്മി എന്ത് വെള്ളരിക്ക് അടപ്പ് എവിടെ, എന്റെ വായയുടെ അടപ്പ് എവിടെ, അടപ്പെടുത്ത് അടിക്കാനാണോ? 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഭയങ്കര ഒരു ഡെലിക്കേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ അതുകൊണ്ട് 2 കൈ ഇപ്പൊ യൂസ് ചെയ്യാണ്ട് വെറുതെ വായ നോക്കി നിൽക്കുകയാണ്. എനിക്ക് ബ്രോക്കോളി കട്ട്ലറ്റ് വേണം. എന്തിന്? ഇല്ലടാ കറക്റ്റാ. എപ്പോഴും അറിയണ്ടല്ലോ. ഒന്ന് കട്ട് ചെയ്യണം, ഇത് കൂടിപ്പോയി. എന്നോട് പറയണ്ടേ? ഇപ്പൊ ഇമാജിൻ യുവർ ഒരു തട്ടുകടയിലാണ് നിൽക്കുന്നത്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇളക്കാൻ? ഇപ്പൊ ശരിയാക്കി തരാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇടാൻ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അപ്പൊ വലിയതാക്കാം. ഗൈസ്, ഇന്നത്തെ ഫ്രൈഡ് റൈസിൽ ക്യാരറ്റ് ഇല്ല ഗൈസ്. അതുപോലെ കൊച്ചുങ്ങൾക്ക് പണി കൊടുത്ത് അവരും ഇൻവോൾവ് ആയിട്ട് ചെയ്യും. അമ്മ, മമ്മി പോലെ ആദ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം, എന്നിട്ട് സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടും. ഇപ്പൊ ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനൊരു പ്രൈവസി ഇല്ലേ? എന്തൊക്കെ ആവശ്യമുണ്ട്? ആദ്യം ഒരു കുറച്ച് സമാധാനം ആവശ്യമുണ്ടടാ. ഇപ്പൊ തന്നെ ഫ്രൈ ചെയ്ത് ഇത് കഴിച്ചു നോക്കാൻ പോവാണ്. കം ഓൺ, ലെറ്റ്സ് ഫ്രൈ ഇറ്റ്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുക്കുന്നു, ഉരുട്ടി ചിയേഴ്സ്. വേറെ ലെവൽ, ഒരു രക്ഷയില്ല ഐഡന്റി. കൊച്ചിവിടെ കൊച്ചു ഞങ്ങളുടെ അടുത്ത് വരുന്നില്ല. കുട്ടിക്ക് ഞങ്ങളിപ്പോ വേണ്ട. 2 വയസ്സായാലും ഇൻഡിപെൻഡന്റ് ആയി. കാക്കേ പാടും. 1, 2, 3. നിലുവിന് നാണം വരുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് കാണാം. റെഡി, ലെറ്റ്സ് ഗോ. ഓടി വാ. വളകാപ്പ് പറഞ്ഞ അതൊരു ഭയങ്കര ഒരു ഫംഗ്ഷനാണ്. അത് പേളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്കത് സാരിയൊക്കെ എടുത്ത് നല്ല ഭംഗിയില് ഒരു ഡിഫറെന്റ്. അതെ, സാരി എടുത്താൽ പെട്ടെന്ന് ഒരു പെണ്ണായ ഒരു ഫീലിംഗ്. പെണ്ണ് എങ്ങനെ നാണം വരും. പേളിനെ ഞാൻ കൊണ്ടുപോയി അവിടെ ഇരുത്തിട്ട്, ഞാൻ ആദ്യം കയറാൻ പാടില്ല. എന്നുവെച്ചാൽ അമ്മ 2 അമ്മമാരും കയറി, പിന്നെ എല്ലാ ലേഡീസാണ് ഈ മഞ്ഞളൊക്കെ തേക്കേണ്ടത് സ്റ്റാർട്ടിങ്ങില്. I'm welcoming Endaru to Poli's second baby shower. എനിക്കിപ്പോ പ്രസവിക്കണം.
ബേബി ഷവർ. ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. എന്നാലും ഞാനാണ് റെട്രോ തീമില് വിന്നർ. ശ്രീനി, നമ്മൾ എവിടെയാ പോകുന്നത്? പറയട്ടെ. പറയരുത്. The name of the place is Turkey. പുറകിലുള്ളത് തക്സിം മോസ്ക് ആണ്. സോ നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളുടെ പുറകിൽ കാണുന്നതാണ് ഗലാട്ട ടവർ. നമ്മൾ ഈ ബ്ലൂ മോസ്കിന്റെ അകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ശർബത്ത് ഖാനെ പോവാം. ഹലോ, ഇത് ഷർബത്ത് ഖാനാ? അമീർ ഖാനും ഷാറുഖ് ഖാൻ ഒന്നല്ല, ഷർബത്ത് ഖാനെ. ഒരു കാം സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഏതാ ബെഡ്റൂമാ? പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു ക്രൂസിൽ പോവാൻ പോവാണ്. നമ്മളിപ്പൊ നിക്കുന്നത് കപ്പഡോക്കിയ. ലൈഫില് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടില്ല. സോ ഇതാണ് ഉച്ഛേസാർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ ഏരിയ ആണ്. കയ്യിൽ വെറ്റ് ബർഗർ, ഒരു കയ്യിൽ ഡൂറും. സോ സോഫ്റ്റ്. ഇനി എനിക്ക് ഡോൾമ അമ്മയിനെ എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഡോൾമ. ആ ഇലയുടെ അകത്ത് ഒരു ചോറ് പോലെയാണ്, റൈസ് ആണ് വിത്ത് സം, അതിനൊരു മസാല ഉണ്ട്. എനിക്ക് പച്ചമുളക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇത് ഷർബത്താണ്. ഓ മൈ ഗോഡ്, ടർക്കിഷ് ഡിലൈറ്റ്. ബിക്കോസ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ മുഖത്ത് മുഴുവൻ ഒരു പൊടിയിരിക്കും. അതെന്റെ മുഖത്ത് വരുന്നുണ്ടോ എന്ന് പറയണേ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ബക്ലാവ ഇവിടെ റെഡിയാണ്. ബക്ലാവയുടെ കൂടെ ഇവര് യൂഷ്വലി സെർവ് ചെയ്യുന്നത് നമ്മുടെ ടർക്കിഷ് ടീ ആണ്. ശ്രീനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യട്ടെ. ശ്രീനി എനിക്ക് വേണ്ടി അല്ല, ഈ മുളക് മേടിക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു കറി വെച്ചു. അന്ന് കണ്ട എക്സ്പ്രഷനായത്. നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു ഗൈസ്. അടിപൊളി ചിക്കൻ ബിരിയാണി ഞാൻ ഇന്നലെ വന്ന് കഴിച്ചു. പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലം. ഒരു സേയിങ് ഉണ്ട്, വേൾഡ് ഒരു ബുക്ക് പോലെയാണ്. അതിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ പേജ് വായിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇഫ് യു ഡോണ്ട് ട്രാവൽ യു ആർ റീഡിങ് ജസ്റ്റ് വൺ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പലർക്കും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, പലർക്കും ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ട്രാവൽ ബിക്കോസ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ബൈ. നമ്മൾ നേരെ പോകാൻ പോകുന്നത് അമ്മൂമ്മനെ കാണാൻ പോവാണ്. ശ്രീനിയുടെ അമ്മൂമ്മനെ കാണാൻ പോവാണ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് ഒച്ച പോലും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പമ്മി മേക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുട്ടി നിഴല് പോലെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് നിലു ബേബി. അമ്മ സുട്ട ദോശ, അരിസി മാവ് ഉഴുന്ന്. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡൈനസോർ എവിടെ? ഡൈനസോർ. അത് കറക്റ്റ്. റാബിറ്റ് എവിടെ? റാബിറ്റ്. കറക്റ്റ്. ആന എവിടെ? എലിഫന്റ്. കറക്റ്റ്. ഇത് മമ്മിക്ക് തരുമോ? 9 മാസം. കറക്റ്റ് 9 മാസമാണ് ചുവന്നത് കേട്ടാ. 4 എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ദുബായിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിലു ബേബിനെ ദുബായ് മോളിലെ
ഫൗണ്ടൻ കാണിക്കാൻ, ഡാൻസിങ് ഫൗണ്ടൻ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഇഷ്ടായ? പേരെന്താ പുള്ളി? ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയത് ഞാനാട്ടോ. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല ഗൈസ്. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ BTS ഒക്കെയാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടറിലാണോ? അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ശ്രീനി എനിക്ക് 20,000 rupees ബഡ്ജറ്റ് തന്നിരിക്കുകയാണ്. 20,000 rupees ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാം, വലിയ ബ്രാൻഡഡ് ഷോറൂമിലൊക്കെ പോവുകയാണെങ്കിൽ 20,000 4 അണ്ടർവെയർ 3 സോക്സ് വാങ്ങിക്കാൻ പറ്റും. $700 ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല്. അപ്പോൾ 700, 800, 900, അപ്പോൾ 10,900 ഇൻക്ലൂഡിങ് ഓട്ടോ ചാർജസ്. അതാണ് നമ്മുടെ ഇപ്പോൾ കറണ്ട് ബില്ല്. ഇനി എനിക്ക് കുറച്ച് തിന്നണം, അപ്പോൾ ആ ബില്ലും കൂടി ചേർത്തിട്ട് നമ്മൾ പറയാം. എന്തുമാ ഡാഡി എന്ത് ചെയ്തേ? ഗുഡ് മോർണിംഗ്. ഇന്നൊരു മദേഴ്സ് ഡേ ഔട്ട് ഒരു വ്ളോഗാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. എപ്പിസോഡ് നോക്കിയാൽ എൻ്റെ വീട് പാലക്കാടിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ 2 ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പ്ലേ റൂമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, 2 എൻ്റെ ബെഡ്റൂമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. എവിടെയുണ്ട് മമ്മീനെ കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി തപ്പണം എന്നറിയോ? അടുക്കളയിലുണ്ടാവും, തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. കാണിച്ചു തരാം. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഏത് നേരം ഈ കിച്ചൺ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മമ്മിയുടെ പണി. ഇതിനകത്തൊക്കെ ഇരുട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് മമ്മി പറയും, ഇതിനകത്തേക്കൊന്ന് കയറിയിട്ടേ അതിൻ്റെ അറ്റത്തുള്ള ആ ഉരുളി ഒന്ന് എടുത്തു തരുമെന്ന്. എനിക്കാണെങ്കിൽ പേടി. അതിനകത്ത് പാറ്റ, പല്ലി, എട്ടുകാലി, മരപ്പട്ടി എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ ഒരു മേക്കപ്പ് എന്താ പറയുക, ഒരു സ്റ്റുഡിയോ, ഇവിടെ ഒരു ഫോട്ടോഷൂട്ട്, ഗൃഹലക്ഷ്മിയുടെ ഷൂട്ടിൽ നിൽക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എഴുന്നേൽക്കുന്നതേ വിശന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് മമ്മി നല്ല ഇടിയപ്പവും മുട്ടക്കറിയാണ് വയ്ക്കാൻ പാടാം. ഒരു രക്ഷയില്ല. വെൽ ഡൺ മൈ ബോയ്സ്, വെൽ ഡൺ. നമ്മളിപ്പോൾ നിലു ബേബിയുടെ ഹോസ്പിറ്റലിലാണ്. മമ്മിക്ക് ഒരു ഇഞ്ചക്ഷൻ വേണമായിരുന്നു. ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ എത്ര രൂപയായി? ₹100. താങ്ക് യു. ബൈ.
നല്ല ഡോക്ടർ ഉമ്മയൊക്കെ തന്നു വിടുന്നു. പെട്ടി പാക്ക് ചെയ്തല്ലേ പറ്റൂ. സോ വെൽക്കം ടു ദ പെട്ടി പാക്കൽ വീഡിയോ. ഇങ്ങനെയുണ്ട്, ഇത് ഇങ്ങനെ മടക്കി ഇവിടെ വെച്ചോടാ. ഓ അതൊന്നും കാണിക്കാം. സോറി പുറിയില്ല, ഇപ്പൊ പുറിയത് എന്ന് പറയുന്നത്. പിന്നെ ബോറടിക്കുന്ന സമയത്ത് നമ്മുടെ നഴ്സുമാർക്ക് വരെ ഞാൻ മേക്കപ്പ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അതെങ്ങനെയുണ്ട്? അപ്പം വിട്ടുപോയി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം ഞങ്ങൾ പാക്ക് ചെയ്യാൻ വിട്ടുപോയി. അത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദേ വന്ന് ഞങ്ങളുടെ നില ബേബി. ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇട്ട ഒരു പേരാണ്. വെൽക്കം ടു ദ ഫസ്റ്റ് എവർ എപ്പിസോഡ് ഓഫ് ഗുളുഗുളു ടോക്സ് വിത്ത് പേളിമാണി. കടലിനക്കരെ പോണോരേ, കാണാ കൊയ്ത്തിന് പോണോരേ. ആക്ച്വലി ഇറ്റ്സ് നൈസ് ബിക്കോസ് വി ആർ ഓൾ ട്രൈങ് ടു കണക്ട് വിത്ത് പീപ്പിൾ. എൻ്റെ ഒച്ചയല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നിട്ട് ഒരു സാധനമുണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവ്. പാര എന്ന് പറഞ്ഞാൽ പാരയല്ല. പേടി, വെപ്രാളം കുറച്ചൊക്കെ വേണം, അതൊക്കെ നല്ലതാണ്. രഘുചേട്ടനെയും ഫാമിലിനെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പൻ്റെ പേരെന്താ? കാലത്തറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയി. യു ഓൾവേസ് ഗിവ് മീ മൈ ഫ്രീഡം ഓഫ് ചോയ്സ്. ചില സമയത്ത് പേടി നല്ലതാണ്. പേടി ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. You start. I'm not saying it. പേളി ചേച്ചി ഹാൻഡിൽ ചെയ്യാനാണോ അതോ നിലു ബേബി ഹാൻഡിൽ ചെയ്യാനാണോ ടഫ്? പ്ലീസ് അങ്ങനെ പറയരുത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളും ഒരു കൊച്ചാണ്. ഇപ്പൊ പേളി താഴെ ഇരുന്നിട്ട് ഒരു ചെറുപ്പും വെച്ചിട്ട് അവിടെ എല്ലാം ഈച്ചകളൊക്കെ ഭയപ്പെട്ടു. How romantic. Super. What do you both do on a non-working day? ഉറങ്ങുക. ഞാനിപ്പോ അവളുടെ കൂടെ ഇങ്ങനെ ഈ മറ്റേ എന്താണ് കാള കയറ് വിട്ട് പോകുമ്പോ നമ്മള് കയറിൽ തൂങ്ങി കിടന്ന് നമ്മള് ഇങ്ങനെ പുറകെ പോവില്ലേ, ആ സീനാണ്. കൊച്ചിനെ കുളിപ്പിക്കുന്നൊക്കെ പറയും, പക്ഷെ കൊച്ചിനെ എങ്ങനെ കുളിപ്പിക്കണമെന്ന് അറിയാം? പിന്നെ അവൾക്ക് അറിയില്ലേ. നിലു ആരെ ലവ് ചെയ്താലും അത് നിലുവിന്റെ ലൈഫാണ്. നിലു ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഞാൻ പറയാം. അന്ന് കിടന്ന് കരയണത് ഞാൻ മാത്രമേ. എന്റെ മോളെ കല്യാണം വേണ്ടെന്ന് പറയും ചിലപ്പോ പറയായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, പ്രായമാകുമ്പോ നമ്മുടെ സ്വഭാവമൊക്കെ മാറിയാലോ. ചവർ ഓൾറെഡി വെച്ചതാണല്ലോ. പേളി ഇല്ലേ ഇവിടെ? പേളിമോള് ഷൂട്ടിന് പോയിരിക്കുക. ഞാൻ സുമലത, അപ്പുറത്തെ വീട്ടിലെ ചാച്ചിയാ. എങ്കിലും നിങ്ങൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു. കുമാരേ എൻ കാതൽ സിക്കി മുക്കി 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 മുക്കി. ഹലോ ഗായ്സ്, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പേളിമോളുടെ വീട്ടിലാണ്. കണ്ടോ, നിറവയറുമായി പേളി. നിങ്ങൾ കണ്ടാ ഞെട്ടും. സത്യം പറയല്ലോ, ഇവിടെ കെട്ടിച്ചു വിട്ടാരെയൊക്കെ ആലോചിച്ചിട്ട് ഇന്നലെ ഒന്ന് ഉറങ്ങിയിട്ട് ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല. ഇവിടെ സേഫ് അല്ല. നീ കുളിച്ചെങ്കിൽ എന്താന്നറിയില്ല, ഒരു വൃത്തികെട്ട മണോ അതിന് ശേഷം. നിന്റെ സ്മെല്ലിന് എന്തോ ഒരു വലിയ സീരിയസ് ആയ പ്രശ്നമുണ്ട്. ഞാൻ പോലീസിൽ പട്ടിയായിട്ട് ചേർന്നാലോ എന്ന് ആലോചിക്കുക. നീ എന്താടാ ഇവിടെ ചെയ്യണേ? നിലു കേൾക്കും. ഞാൻ എന്ത് കഴിച്ചാലും അവക്കും വേണം. കോഴി ചത്തിട്ടില്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ. ആ മഞ്ഞപ്പൊടിയെ കുറച്ചിട്ടാ മതി. ഇത് നില്ലുടെ ഡ്രസ്സാണ്. പിന്നെ പഴയ പോലെ എനിക്കിനി മൂഡ് സ്വിങ്സ് ഒന്നും ഉണ്ടാവില്ല. അയോഗ്യ നായേ, എവളോ ധൈര്യമിരുന്നാ ഏ കപ്പ് നൂഡിൽസ് തിന്നിട്ട് നീ ഇപ്പോ കൺമൂടി ആടി വാടി ഏമ്പൊക്കെ വിട്ട് നിപ്പേ. ഇന്ന് എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഞാനും എൻ്റെ രീതിയിൽ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുപ്പത് വർഷമായിട്ട് പാചകകല തന്നെയാണ് എൻ്റെ ജീവിതം. പാചകം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, കഴിച്ച ആൾക്കാരത് സംതൃപ്തിയായിട്ട് പറയുമ്പോഴാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോഴാണ് നമ്മൾ മനസ്സ് നിറയണത്. Every day is the same, but it doesn't have to be that way. How we live is our choice, and today it's my turn to choose, and I choose happiness. എന്താ ലേറ്റായ? എന്താ ലേറ്റായ?
അന്ന് തുടങ്ങിയതാ. ഹലോ എവറിബഡി, വെൽക്കം ടു പേർലി മാനീസ് യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ എല്ലാ ഗിഫ്റ്റുകളും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഗിവ് അവേ 100 ബോക്സസിന്റെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. നാളെ തന്നെ ഞാനിത് അയക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. മേക്ക് ഷുർ യു സബ്സ്ക്രൈബ്, കോമെന്റ് ആൻഡ് ലവ് യു ഓൾ. ടേക്ക് കെയർ. Bye and Merry Christmas and Happy New Year. Bye. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.